ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനി ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലേക്ക് സുലഭമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് മുത്തിൽ. ഇതിന് ദേശവ്യത്യാസം അനുസരിച്ച് കരിമുത്തിൽ, കുടകൻ, കുടങ്ങല്, കൊടുങ്ങല്, സ്ഥലബ്രഹ്മി എന്നൊക്കെ പേരുണ്ട്. എൻ്റെ നാട്ടില് ഇതിനെ കുടകൻ എന്നാണ് പറയുന്നത്. വളരെ നല്ല ഔഷധ സസ്യവും പച്ചക്കറിയുമാണ് ഈ ചെടി. പച്ചക്കറിയായി ഉപയോഗിക്കാവുന്ന അപൂർവം സസ്യങ്ങളിൽ ഒന്നാണ് കുടങ്ങല്. ഔഷധ സസ്യങ്ങളുടെ കലവറ കൂടിയാണിത്. ഇതിന്റെ ഇല സാധാരണ തോരൻ വയ്ക്കുന്നത് പോലെ കറി വയ്ക്കാവുന്നതാണ്. ഇതിന് ഏകദേശം ക്യാരറ്റിന്റെ രുചിയാണ്. സ്ഥിരമായി കഴിച്ചാൽ രക്തസമ്മർദ്ദം വിട്ടുമാറും. മാത്രമല്ല, പ്രായമാകുമ്പോഴുണ്ടാകുന്ന സന്ധിവാതത്തിന് ഇത് ഉത്തമ പ്രതിവിധിയാണ്. നാഡീവ്യൂഹ രോഗങ്ങളിലെ അതീവ ഫലപ്രദമാണ് മുത്തിൽ. തലച്ചോറിലേക്കുള്ള ഞരമ്പുകളെ ശക്തിപ്പെടുത്താൻ ഇതിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട് കൂട്ടാൻ ഉത്തമമാണ്. ഇതിന്റെ ഒരു പിടി ഇലയും 7 ഈന്തപ്പഴവും 4-5 കുരുമുളകും ചേർത്ത് അരച്ച് 7 ദിവസം കഴിച്ചിട്ട് നോക്കൂ, വ്യത്യാസം അറിയാം. ഹീമോഗ്ലോബിൻ നന്നായി ഇംപ്രൂവ് ആയിരിക്കും. ഇടയ്ക്കൊക്കെ ഇത് ആവർത്തിക്കുകയും ചെയ്യണേ. അതുപോലെ തന്നെ രക്തം ഉഷ്ണിച്ചുണ്ടാകുന്ന ചർമ്മ രോഗങ്ങളില് മുത്തിളും കരിഞ്ജീരകവും കദംബത്തൊലിയും നാടൻ പശുവിന്റെ നെയ്യും ചേർത്ത് ലേപനമുണ്ടാക്കി പുരട്ടുന്നത് ഫലപ്രദമാണ്. കൊടകൻ സമൂലം ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് 1/2 ഔൺസ് വീതം വെണ്ണ ചേർത്ത് കൊടുത്താല് കൊച്ചുകുട്ടികളിലെ ബുദ്ധിശക്തിയും ധാരണാശക്തിയും ഒക്കെ വർദ്ധിക്കും. ഉന്മാദം, അപസ്മാരം എന്നീ രോഗാവസ്ഥകളില് ഈ ഔഷധം സേവിക്കുന്നത് നല്ല ഉറക്കത്തിന് സഹായിക്കും. കേരളത്തിലെ യുവതലമുറയ്ക്ക് ഒരു പക്ഷേ ഇന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത ഒരു മഹാ ഔഷധിയാണ് കുടങ്ങൻ. കുടകൻ നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഞാൻ ഇതിനു വേണ്ടി വൈകുന്നേരം ഒന്ന് ഇറങ്ങി. അടുത്ത വീടിന്റെ മുറ്റം നിറയെ കുടങ്ങലായിരുന്നു. അതാണ് ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത്. അത് ഞങ്ങൾ പറിച്ചെടുത്തു. അവിടുത്തെ ചേച്ചി അത് പറിച്ചു കളയാനായിട്ട് ഇരിക്കുകയായിരുന്നു. കുറെയൊക്കെ പറിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു. ഇത് പറിച്ചു കളഞ്ഞിട്ടും ഇത് പോകുന്നില്ല, അത്രമാത്രം ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പറിച്ചു കളയണ്ട, ഞാൻ പറിച്ചെടുത്തോളാം. ഞാൻ അമ്മച്ചീനെ കൊണ്ട് പറപ്പിച്ചു. അത് പറിച്ച് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അതിന്റെ ഇലയും തണ്ടുമൊക്കെ നുള്ളിയെടുത്തു. അമ്മച്ചി അത് തോരൻ വെച്ച് തന്നു. ഞങ്ങളത് കഴിച്ചു. പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ക്യാരറ്റിന്റെ രുചിയാണ് ഇതിന്റെ ഇലയ്ക്ക്. പച്ചയ്ക്ക് ഒരില എടുത്ത് കടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന് ക്യാരറ്റിന്റെ രുചി തന്നെയാണെന്ന്. അതുകൊണ്ട് കുടകൻ ഇനി എവിടെ കണ്ടാലും പറിച്ച് എറിഞ്ഞു കളയാതെ അത് ഒരു തോരനാക്കി നിങ്ങൾ കഴിച്ചോളൂ. വളരെ നല്ലൊരു ഔഷധമാണിത്. ഇനി നമുക്ക് ജ്വല്ലറി മേക്കിംഗ് പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിനെ പരിചയപ്പെടാം. നിങ്ങൾക്ക് വീടുകളിൽ ഇരുന്ന് തന്നെ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ജ്വല്ലറി മേക്കിംഗ്. ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ആഭരണങ്ങൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല രീതിയിൽ ചെയ്താൽ ജ്വല്ലറി മേക്കിങ്ങും ഒരു വരുമാന മാർഗം ആക്കാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കാണുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.